അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിത് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയാലോ? അതിനായിട്ടൊരു കുക്കർ എടുത്ത് നമുക്ക് എത്രയാണോ അരി അതിന് ഡബിൾ വെള്ളം ഒഴിച്ച് നെയ്യും ഒഴിച്ച് നമുക്ക് അരമണിക്കൂർ വെച്ച് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിൽ കേട്ടാൽ നമുക്ക് ചോറിലൂടെ റെഡിയായി കിട്ടും. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സവാള അതിനായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് എന്നിവ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഗരം മസാലപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അതും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചെമ്പ് അടുപ്പി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം, കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അത് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അത് വഴറ്റി വരുമ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലൊരു വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് തക്കാളി വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഗരം മസാല പൊടി, മല്ലിയില ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി ഒരു കുക്കറെടുത്ത് വെള്ളം ഒഴിച്ച് കുക്കർ ചൂടാക്കി വയ്ക്കാം. നമുക്ക് മസാലയിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ചോറൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് എന്നിവ ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. മുട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചോറ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും നെയ്യ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ക്യാരറ്റും മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചോറും മുട്ടയും മസാലയും എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് നെയ്യ് കൂടി ഇട്ട് അടച്ച് ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ മുകളിൽ നമുക്ക് ചോറ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ ചൂടാക്കി വയ്ക്കുന്ന കുക്കറും അതിൻ്റെ മുകളിൽ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കിയപ്പോൾ ചോറെല്ലാം ഇവിടെ നല്ല ദമ്മായി വന്നിട്ടുണ്ട്. കൂടുതൽ സമയം വയ്ക്കാതെ വെച്ചാൽ ഇത് ചോറ് മാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 5 മിനിറ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. ഇതുവരെ ഇത്രയുള്ള വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.